ഗുഡ് മോർണിംഗ് ഇന്റർനെറ്റ്. ഇന്ന് 2022 ആഗസ്റ്റ് 20. ഞങ്ങൾ വിദ്യാർത്ഥി മിത്ര ഗൈഡിംഗ് സെന്ററിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോകുന്നു. +2 സയൻസ് ബാച്ചിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്തേക്കാണ്. ശരിക്കും പഠന കാലയളവിൽ കുട്ടികളെയും കൊണ്ട് സ്റ്റഡി ടൂർ പോകുന്നത് അനിവാര്യമാണോ എന്നുള്ളതിന് എൻ്റെ അഭിപ്രായം നിങ്ങളോട് പങ്കുവെക്കാം ഇന്ന് ഈ വീഡിയോയിലൂടെ. ഞങ്ങൾ ആദ്യം പോയത് ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം നിറയുന്ന സ്ഥലം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്ന്. കേരള ദ്രാവിഡ ശൈലികളുടെ ഒരു സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി. ഇവിടെ കയറുന്നതിന് പല പല സമയനിഷ്ഠകളുണ്ട്. ആ സമയങ്ങൾ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കൊടുക്കുന്നുമുണ്ട് അവര്. ശക്തമായ മതിൽക്കെട്ടുകൾക്കുള്ളിൽ കൃത്യമായ സുരക്ഷാ മാർഗങ്ങളോടെയുള്ള ഈ ക്ഷേത്രം ഒരു അത്ഭുതമായി തോന്നി. നിർഭാഗ്യവശാല് ക്യാമറയോ ഫോണോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കിതിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ പോയത് കേരള നിയമസഭയിലേക്കാണ്. ഈ യാത്രയിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതായിരുന്നു. കാരണം സാധാരണ സ്ഥലങ്ങളിൽ പോകുന്ന പോലെ എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന ഒന്നല്ല. കൃത്യമായ പല പരിശോധനകളിലൂടെ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ നിയമത്തെ മാനിക്കുന്ന ഒരു ജനാധിപത്യ പൗര എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. ഇതിനെപ്പറ്റി ഒരുപാട് ചരിത്രം ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരുന്നു. സഭ കൂടുന്ന സ്ഥലം, സ്പീക്കറുടെ ചേംബർ, നടുത്തളം തുടങ്ങിയവയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഒക്ടഗൺ ഷേപ്പാണ് ഇതിന്റെ കെട്ടിടത്തിന്റെ മുകൾ വശം. K13 എന്ന് പറയുന്ന മെറ്റാലിക് പെയിന്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എക്കോ ഒഴിവാക്കാനാണ് തുടങ്ങിയ കുറേ പുതിയ അറിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പില് ഈ ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്തതിന് റെനിസാറിനോടാണ് നന്ദി. ഇനി ഞങ്ങൾ പോയത് വേളി കടപ്പുറത്തേക്കാണ്. ഇവിടെ ഫുള്ളി ചില്ലിങ് ആയിരുന്നു. കുട്ടികളും ഞങ്ങൾ അധ്യാപകരുമൊക്കെ ഒരേപോലെ കുട്ടികളായി മാറിയ സമയം. പാർക്കും ബോട്ടിങ്ങും ട്രെയിൻ യാത്രയും ഒക്കെ ആയിട്ട് തകർത്തു. പൊതുവെ യാത്രകൾ വലിയ സന്തോഷമാണ്. അപ്പോൾ അതൊരു കൂട്ടത്തോടെ പ്രിയപ്പെട്ട അധ്യാപകരുമൊത്താണെങ്കിൽ അതിലേറെ സന്തോഷമാണ്. കുട്ടികളും അധ്യാപകരും തമ്മിലുള്ളൊരു ബന്ധം കൂടുതൽ ഊഷ്മളമാകാൻ ഇത്തരം യാത്രകൾ സഹായിക്കും. എല്ലാ ദിവസവും സ്കൂള്, ക്ലാസ്, ട്യൂഷൻ, വീട് എന്നിങ്ങനെ സ്ഥിരം അവസ്ഥയിലുള്ള കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ് ഇത്തരം യാത്രകൾ. മാനസികോല്ലാസം, പരസ്പര കൂടിച്ചേരലുകളും സ്നേഹവും, ഷെയറിങ്, പർച്ചേസിങ്, പാട്ട്, കളികൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, അങ്ങനെ രസകരമായ കുറേ നല്ല നിമിഷങ്ങൾ ഇത്തരത്തിലുള്ള യാത്രകൾ നമുക്ക്. പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിലുപരി ഒരു സ്ഥലത്തെയോ സ്ഥാപനത്തെയോ ഒക്കെ നേരിൽ കണ്ട് പഠിക്കുക കുഞ്ഞുങ്ങളിൽ ആവേശവും ആകാംക്ഷയും ഒക്കെ വളർത്തും. യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കും. ക്ലാസ്സിൽ ചിലരോടെങ്കിലും മിണ്ടിയിട്ടില്ലാത്ത കുട്ടികൾ ഇത്തരം ട്രിപ്പുകളിലൂടെ കൂടുതൽ ആഴത്തിലുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് പോയ യാത്രയേക്കാൾ മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അധ്യാപികയായി ഇവരോടൊപ്പമുള്ള ഈ യാത്ര. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ഇത്രയും ക്രൗഡായിട്ടുള്ളൊരു സ്ഥലത്തിൽ ഫ്രീ ആയിട്ട് ഷോപ്പിങ്ങിന് വിട്ടു. അവരിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കറക്റ്റ് ടൈമിങ്ങിൽ തിരികെ പറയുന്ന സ്ഥലത്ത് എത്തണം. ഇത് അവർക്കും ഞങ്ങൾക്കും ഒരുപോലെ ടാസ്ക് തന്നെയായിരുന്നു.
പക്ഷെ അത് അത്യാവശ്യം നല്ല ഭംഗിയായി തന്നെ നിർവഹിക്കാൻ പറ്റി. ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ റെനിസാർ കൊടുത്തൊരു ഓഫറായിരുന്നു ഈ ഒരു യാത്ര കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇത്തരം യാത്രകളിൽ സെലിബ്രേറ്റിംഗ് മൂഡ് അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷം എക്സ്പ്രഷനൊക്കെയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ. പലരും അങ്ങനെ ഉണ്ടെങ്കിലും ചില ആളുകൾ തങ്ങളുടെ സന്തോഷമൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിച്ചാൽ അത് ഓപ്പണായിട്ട് കളിച്ചാൽ ശരിയാകുമോ കുളമാകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണും. പക്ഷെ അതൊക്കെ മാറി ഒരുമിച്ചുള്ള ഇത്തരത്തിലുള്ള യാത്രയിൽ ആ ഒരു സംഭവമൊക്കെ മാറി അവർ ഒരേപോലെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും ഡാൻസിലും പാട്ടിലും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു രസകരമായ കാഴ്ചയാണ് ഈ ഒരു യാത്രയിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഒരു സ്റ്റഡി ടൂറിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്റ്റഡി ടൂറിനെ കുറിച്ച് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കേ. ഒരു വൺ ഡേ ടൂറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ എല്ലായിടവും കയറി ഇറങ്ങി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഞാനൊക്കെ ആണെങ്കിൽ നിയമസഭയിലൊന്നും കയറുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും. അപ്പോൾ അതൊക്കെ സാധിച്ച ഒരു വലിയ സന്തോഷകരമായൊരു ടൂറാണ് ഞങ്ങൾ ഇന്ന് നടത്തിയത്. ഞങ്ങളുടെ വിദ്യാർത്ഥി മിത്രയിലെ ഈ ഒരു ടൂർ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.